ലാസ്റ്റ് വട്ടം വീട്ടിൽ പോയപ്പോൾ റെക്കോർഡ് ചെയ്തൊരു ഷോർട്സ് ആയിരുന്നു ആക്ച്വലി ഇത്. പക്ഷേ ഞാനിതിൻ്റെ കാര്യമേ മറന്നുപോയി. അപ്പോഴാണ് ഞാൻ ഇത് ഗാലറിയിൽ കണ്ടത്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് അച്ഛൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റൂമിലോട്ടൊരു കട്ടിൽ നോക്കാൻ വേണ്ടി പോയതാണ്. അച്ഛൻ്റെ കൂടെ ഞാൻ കുറേ നാളിന് ശേഷം പുറത്ത് പോകണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അച്ഛൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ടിലിൻ്റെ ഷോപ്പിലൊക്കെ പോയി, ഫർണിച്ചർ ഷോപ്പിൽ പോയി കുറേ കട്ടിലൊക്കെ നോക്കി. എനിക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് ഓർഡറൊക്കെ ചെയ്ത് ഒടുക്കത്തെ വെയിൽ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. സദ്യയല്ല, സാധാരണ ചോറും കറിയാണ് കഴിച്ചത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കഴിച്ചതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. അതാണ് എൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത്. ഞാൻ പിന്നെ ആക്ട് ചെയ്തങ്ങ് കാണിച്ചു. ആഫ്റ്റർ ദാറ്റ് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മേൻ്റെ ചെരുപ്പ് എന്തോ ചീത്തയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെരുപ്പ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാം. അങ്ങനെ ഒരു ചെരുപ്പ് ഞാൻ വാങ്ങിച്ചു ഗായ്സ് അമ്മയ്ക്ക് വേണ്ടി. എനിക്കിങ്ങനെ ഈ സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് എനിക്കിങ്ങനെ അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു സർപ്രൈസ് ഇങ്ങനെ സക്സസ്ഫുൾ ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ റഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മയ്ക്ക് ചെറുപ്പം ഇഷ്ടപ്പെട്ടു ഗായ്സ്. കുഞ്ഞ് സാധനമാണെങ്കിൽ എനിക്കിങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുശേഷം എൻ്റെ വീട്ടിൻ്റെ മേലത്തെ വീട്ടിൽ ഒരു പൂച്ചേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈവനിങ് പോയി. ദിസ് ഈസ് ദാറ്റ് ഡുണ്ടുമോൻ. ഇവൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്കിവൻ ഇഷ്ടപ്പെട്ടു. നല്ല തക്കുടു പാവയാണ് ഇവൻ. അങ്ങനെ ഇവനെ കുറച്ച് നേരം എടുത്ത് കളിപ്പിച്ച്. നിങ്ങൾക്കറിയാമല്ലോ പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചുറ്റുമുള്ളതെല്ലാം ഞാൻ മറന്നുപോകും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പൂച്ചേനെ. അങ്ങനെ കുറച്ച് നേരം പൂച്ചേനെയൊക്കെ കളിപ്പിച്ച്. ആക്ച്വലി എനിക്കിവൻ എൻ്റെ വീട്ടിൽ എടുത്തോണ്ട് വരണം തോന്നി. പക്ഷേ എടുക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഇത് എൻ്റെ പൂച്ചയല്ല, വേറെ വീട്ടിലെ പൂച്ചയാണ്. അങ്ങനെ കുറച്ച് നേരം അവനെ കളിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയി ഗൈസ്. അപ്പം വീട്ടിൽ പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ ഷോർട്സ് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ കൊച്ചിയിൽ വന്നിന്. നമുക്ക് കൊച്ചിയിലെ വിശേഷങ്ങൾ കാണാം അടുത്ത ഷോർട്സിൽ. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റാ ബൈ, സീ യു, ലവ് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.